പിന്നെ എല്ലാവരും പറയും വെക്ടർ ഡോക്ടറെ വെക്ടർ ഞാൻ ഇവളെ കിട്ടിയ അന്നേ കൊണ്ടുപോയതാ കേട്ടോ. കൊണ്ടുപോയി എക്സ്റേ എടുത്ത് ഡോക്ടർ പറഞ്ഞ ദിവസം എല്ലാം കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞ് വീട്ടിലിട്ടാൽ മതി, ട്രിപ്പ് ഇട്ടാൽ മതി, ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ഇടണ്ടാന്ന് പറഞ്ഞു. എങ്കിൽ പോലും ഞാൻ ആ പറഞ്ഞ ദിവസങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് പിന്നെ അവസാനം ഫാമിൽ ശരിയാകത്തില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ മോളെ കുഞ്ഞിലെ ഞാൻ എങ്ങനെ നോക്കിയോ അതേപോലെ തന്നെ അവളെ നോക്കുന്നുണ്ട്. കണ്ട വീൽ ചെയർ വാങ്ങിയ അത് കഴിഞ്ഞപ്പോൾ ഇപ്പം പനിയായിരുന്നു. എനിക്ക് മനസ്സിലായില്ല പനിയാന്ന്. സാധാരണ നമ്മുടെ വീട്ടിൽ പനി വരുന്നവരുടെയൊക്കെ സിംറ്റം വേറെയായിരുന്നു. ഇവിടെ വായിൽ നിന്ന് മാത്രം വെള്ളം വന്നു. അപ്പോൾ ഞാൻ ഫുഡ് വായിലിട്ട് കൊടുത്തപ്പോൾ എൻ്റെ നഖവും കാണാൻ കൊണ്ടതായിരിക്കും എന്ന് കരുതി. എന്നിട്ടും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ടെമ്പറേച്ചർ കൂടുതലായിരുന്നു. പിന്നെ ട്രിപ്പ് ഇട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 70-80 കിലോമീറ്റർ ഉണ്ട് അവിടം വരെ. അപ്പോൾ ഇവിടെ നല്ല ഒരു ഹോസ്പിറ്റലില്ല, അതുകൊണ്ടാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത്രയും ദൂരെ വരണ്ട, നിങ്ങൾ ആരെങ്കിലും കൊണ്ടിട്ട് ഞാൻ മരുന്നിൻ്റെ എത്രയാന്നൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം നമ്മൾ വീട്ടിലിടും എല്ലാം മരുന്നും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വൈകിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, ഒരു നേരം ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയതിൻ്റെ തെർമോമീറ്റർ വരെ വാങ്ങിയിട്ടുണ്ട്. അതെൻ്റെ ഡോക്ടർ കാനുലയൊക്കെ കുത്തി കയ്യെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഡയപ്പർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു വെറ്റ് ആകാതിരിക്കാൻ രാത്രി കിടക്കുമ്പോൾ ഒരു പേപ്പർ അതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. കാരണം രാത്രി ആകുമ്പം പകൽ നോക്കുന്നത് പോലെ നമുക്ക് എപ്പോഴും ചെന്ന് നോക്കാൻ പറ്റത്തില്ല. രാത്രി നമ്മളങ്ങ് ഉറങ്ങിപ്പോത്തില്ലയോ. അപ്പോൾ അന്നേരം അവൾ ബുദ്ധിമുട്ടല്ലോ എന്ന് കരുതിയിട്ട് രാത്രി അതിടാം. പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ ഡയപ്പർ കെട്ടാവല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഷെൽട്ടർ ഹോം നോക്കുന്നുണ്ട്. അവളെ ഫിസിയോതെറാപ്പി ചെയ്ത് ശരിയാക്കാൻ പറ്റുന്ന എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് അവൾ ഒന്ന് അവിടെ കാര്യം വലിഞ്ഞെങ്കിലും ഒന്ന് നടന്നാൽ മതി. അങ്ങനെ ആക്കി തന്നു കഴിഞ്ഞാൽ ഞാനിങ്ങ് കൊണ്ടുപോകുന്നോളാം. അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം എൻ്റെ മോളെ പണ്ട് എങ്ങനെ നോക്കിയാൽ അതുപോലെ തന്നെ ഞാൻ നോക്കുന്നുണ്ട്. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയില്ല, എൻ്റെ മനസ്സാക്ഷി എനിക്ക് നിരക്കുന്നതേ ഞാൻ ചെയ്യത്തുള്ളൂ. അല്ലാതെ